മനു തോമസ് പുറത്തുപോയതിൽ ജില്ലാ സെക്രട്ടറി അടക്കം വിശദീകരിച്ച് അവസാനിപ്പിച്ച വിഷയം പി ജയരാജന്റെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തീപിടിച്ചു കയറിയത്. മനു തോമസിന്റെ മറുപടിക്ക് പിന്നാലെ എത്തിയത് കൊട്ടേഷൻ രാജാക്കന്മാരുടെ ഭീഷണി. മൗനമാണ് വിദ്വാനുഭൂഷണം എന്ന തിരിച്ചറിവ് അവിടെയാണ് തുടങ്ങിയത്. മനു തോമസ് പറഞ്ഞതിൽ മാത്രമല്ല, എരമം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കുമ്പോഴും അതിലും മിണ്ടാട്ടമില്ല. കേൾക്കുന്ന വാർത്തകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്ന് തിരുത്താൻ ശ്രമിക്കുന്നത് CPI. പാർട്ടി ഘടകങ്ങളിൽ ക്രിമിനലുകൾക്കും കള്ളക്കടത്തുകാർക്കും ഇടമുണ്ടാകുന്ന അപജയം വിശദീകരിക്കേണ്ട എന്നത് നിസാരവൽക്കരണത്തിൽ നിന്നല്ല, നിസ്സഹായതയിൽ നിന്നാണ്. പൊന്നരിവാളോ കണ്ണൂരിൽ, മൗനമോ ഇനി ഭൂഷണം? പുറത്താക്കൽ തിരുത്തിന്റെ ഭാഗമോ? CPI വിമർശനം കണക്കിലെടുക്കുമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഇടത് സഹയാത്രികൻ ശ്രീ BN ഹസ്കർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, BJPയിൽ നിന്ന് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ. LDF ശക്തിപ്പെട്ടത് LDFിന്റെ മേൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത വിധം LDF മുമ്പോട്ട് പോയത് ആ LDFിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള തിരുത്തലിന് വേണ്ടി നിങ്ങൾ CPIയും CPIയും എല്ലാം ശ്രമിക്കുന്ന വേളയിൽ അതേപ്പറ്റിയുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് ഉചിതമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു വ്യാഖ്യാനത്തിൻ്റെ കാര്യത്തില്ല. സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗ്ഗമല്ല, ചെങ്കൊടി അതിൻ്റെ പാർട്ടിയല്ല. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരവും വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കും ഉണ്ട്, ആ നിലപാട് CPIഎമ്മിനും ഉണ്ടാകാം. തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഒന്നും രണ്ടും വിവാദങ്ങളെ അല്ല CPMന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. കണ്ണൂരിൽ പാർട്ടി കോട്ടയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ BJP തീരുമാനമെടുക്കുന്ന സമയത്ത് ജനങ്ങളോട് ആവർത്തിച്ച് വിശദീകരിക്കേണ്ടി വരുന്ന വിവാദങ്ങൾ തന്നെയാണ് അവയിൽ പലതും. മാധ്യമങ്ങൾ, വലത് രാഷ്ട്രീയ സംഘടനകൾ, വലതുപക്ഷ മാധ്യമങ്ങൾ, ഇങ്ങനെ പലരും പാർട്ടി വിരുദ്ധ പ്രചാരവേല നടത്തുന്നു എന്ന് പറഞ്ഞ് വിശദീകരിക്കാനാവതല്ല പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നവർ അടക്കം, പാർട്ടി മുൻ സഖാക്കളടക്കം, പാർട്ടി മുൻ ഭാരവാഹികളടക്കം വിളിച്ചു പറയുന്ന പലത്. പാർട്ടിക്ക് തന്നെ നടപടി എടുക്കേണ്ടി വന്ന, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊരു നടപടി എടുക്കേണ്ടി വന്ന സാഹചര്യം കൂടി ഇന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഈ ആരോപണങ്ങളൊന്നും കഴമ്പുള്ളതല്ല എന്ന് പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി CPMന് സംജാതമാവുകയാണ്. ഈ ചർച്ചയിൽ CPMന്റെ ഔദ്യോഗിക പ്രതിനിധികളില്ല. ഇതൊന്നും വിശദീകരിക്കേണ്ടതല്ല എന്ന് നിസാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ ജനങ്ങൾ, സ്വാഭാവികമായും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് പാർട്ടി പറയുന്നത്, പറയാനൊന്നുമില്ലേ എന്നറിയേണ്ടുന്ന ബാധ്യതയെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അവരോട് ആ ഉത്തരവാദിത്തമെങ്കിലും ഉണ്ട് എന്ന് വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോവുകയും ചെയ്യുന്നു. ശ്രീ BN ഹസ്കർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ BN ഹസ്കർ, ഇപ്പോ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി പലതരം വിവാദങ്ങൾ, അത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്നത്, പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന മനു തോമസ് ഉന്നയിക്കുന്നത്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ അംഗങ്ങളുമായി ഉണ്ട് എന്ന് പറയപ്പെടുന്ന ബന്ധങ്ങളെക്കുറിച്ച്, ഏറ്റവും ഒടുവിൽ സ്വർണം പൊട്ടിക്കൽ സംഘാംഗം എന്ന് പാർട്ടി തന്നെ കണ്ടെത്തി പുറത്താക്കിയ ഒരാളെ സംബന്ധിച്ച വിവരങ്ങൾ, ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്ന് CPMന് എങ്ങനെയാണ് തോന്നുന്നത്? എന്താണ് അങ്ങ് വിചാരിക്കുന്നത്? മധു, സൈലൻസ് ഇസ് ഓൾസോ എ ഡിഫൻസ് എന്ന ഒരു തത്വത്തിലാണ് പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു പ്രശ്നം CPM എപ്പോഴും അതിനെ സമീപിക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും CPMനെ സംബന്ധിച്ചും എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഓരോ വിഷയത്തെയും മാർക്സിയൻ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ് വിശകലനം ചെയ്യാറുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എല്ലാ കാലത്തും ആക്രമിക്കുന്നതിനു വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ നുണക്കഥകളും കെട്ടുകഥകളുമായി എല്ലാ കാലത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനെ പലപ്പോഴും എല്ലായിടത്തും അങ്ങനെ സംവാദത്തിൻ്റെ ഇടം നൽകിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടപെട്ടിട്ടില്ല. ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം അങ്ങനെയാണ്. അതുപോലെ തന്നെ പലപ്പോഴും നിശബ്ദത പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചില ഘട്ടങ്ങളിൽ CPIയും കേരള ഘടകവും അങ്ങനെ നിശബ്ദത പാലിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ CPIയും വലിയൊരു ആഭ്യന്തര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തുടർഭരണം വന്നിട്ടുള്ള കേരളത്തിലെ CPIനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇന്ത്യയിൽ ആകമാനമുള്ള CPIന്റെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ വളരെ ശക്തമായ ഒരു പാർട്ടി സംവിധാനമുള്ള
CPIMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു ആഭ്യന്തര പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പാർലമെന്റ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം 29/6/2024 പുറത്തു വന്ന CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാനത് വായിക്കാം, അങ്ങ് വായിച്ചിട്ടുണ്ടാകും എന്നും എനിക്കറിയാം. എന്നിരുന്നാലും പ്രേക്ഷകർ കൂടി കേൾക്കട്ടെ. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ചില മാധ്യമങ്ങൾ തുടർച്ചയായി CPMനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതവും അപലപനീയവുമാണ്. കൊട്ടേഷൻകാരെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല CPM. എന്നിട്ടും കൊട്ടേഷൻകാരുടെ പാർട്ടിയാണ് CPM എന്നും അവരെ സഹായിക്കുന്നവരാണ് CPM സംസ്ഥാന കമ്മിറ്റിയായ P ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗമായ M ഷാജറും എന്നുമുള്ള വ്യാജ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇത്തരം പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ശ്രീ BN ഹസ്കർ, അങ്ങ് പത്രം വായിക്കുകയും മാധ്യമ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും രാഷ്ട്രീയം വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ രണ്ട് ആരോപണങ്ങൾ, അതായത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗമായ M ഷാജറും കൊട്ടേഷൻ സ്വർണം കടത്തുകാരെ സഹായിക്കുന്നവരാണ് എന്ന ആരോപണം ഏതെങ്കിലും ഒരു മാധ്യമം മുന്നോട്ട് വെച്ചതാണോ, അതോ പാർട്ടിയുടെ തന്നെ ഉൾഘടകങ്ങളിൽ അംഗമായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാൾ മനു തോമസ് പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങളാണോ? ഇത് ഏതു മാധ്യമം മുന്നോട്ട് വെച്ചതാണ്? മധു, ഇതിൽ കാണേണ്ടത് CPIMന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും DYFയുടെ മുൻ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള മനു തോമസ്. അദ്ദേഹം പാർട്ടിയുടെ അംഗത്വം പുതുക്കാതിരിക്കുകയും 15 മാസക്കാലത്തോളം പാർട്ടിയുടെ ഫുൾ ടൈമർ ആയിരുന്നിട്ട് പോലും പ്രവർത്തനരഹിതമായി നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെ അതിനിർണായകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതിനു ശേഷം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും സ്വാഭാവികമായി പാർട്ടി അംഗത്വം പുതുക്കാതിരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 3 ജില്ലാ കമ്മിറ്റികൾ അടുപ്പിച്ച് പങ്കെടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഘടകത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെടും. അങ്ങനെ ഒഴിവാക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സാമൂഹ്യ മാധ്യമ ഇടപെടലിനെ തുടർന്ന് വന്നിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ അതിപ്രാധാന്യത്തോടു കൂടി അത് ചർച്ച ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ വിശദീകരിക്കേണ്ടത്? പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ, അല്ലെ, പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ പാർട്ടിക്കെതിരെ നടത്തുന്ന പ്രചാര വേലകൾക്ക് ഈ പറയുന്ന വലതുപക്ഷ മാധ്യമം എന്ന വിശേഷണം അടക്കം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും ചാപ്പകുത്തിക്കൊണ്ട് വേണമെങ്കിൽ പറയാം അതിന് അതിപ്രാധാന്യം കൊടുക്കുന്നു എന്ന്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് തന്നെ മാധ്യമങ്ങൾ പ്രചാരവേല നയിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ മാസപ്പടി എന്ന് പേരിട്ട് വിളിച്ചൊരു വിവാദം, അതെങ്ങനെയാണ്? ഏതെങ്കിലും ഒരു മാധ്യമം കണ്ടെത്തിയതോ മാധ്യമം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമാണോ? അല്ല, അത് ഒരു ട്രിബ്യൂണലിൽ നിന്ന് പുറത്തു വന്ന വിധിയുടെ ഭാഗമായി പുറത്തു വന്ന ഒന്നാണ്. അതൊരു മാധ്യമവും ഉണ്ടാക്കിയ ആരോപണമല്ല. പക്ഷെ അതും വലതു മാധ്യമ പ്രചാരവേല എന്നാണ് തുടക്കത്തിൽ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്തത്. ഇതും ഇപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങളുടെ പ്രചാരവേല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര നാൾ ഈ മാധ്യമങ്ങൾക്കെതിരെ കുറ്റം ചാർത്തിക്കൊണ്ട് നിലനിന്ന് പോകാൻ കഴിയും, ആളുകളോട് വിശദീകരിക്കാതെ? മധു, എല്ലാ കാലത്തും മാധ്യമ വിദ്യാർത്ഥികളെയും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്കും അറിയാം, എപ്പോഴും വാർത്തകൾ വരേണ്ടത് വസ്തുതകളിൽ നിന്നാണ്. നിങ്ങൾ വസ്തുതകളെ വിലയിരുത്തലുകളും വിശദീകരിക്കലുമായിട്ടാണ് മാധ്യമ പ്രവർത്തനം കേരളത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായും ആ വസ്തുതകളെ വിലയിരുത്തുന്നത് ഓരോ മാധ്യമ പ്രവർത്തകരുടെയും മനോതലമനുസരിച്ച് വിലയിരുത്തുന്നു എന്നുള്ളിടത്താണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ ആ സ്വാഭാവികമായും CPMന് ഇപ്പോൾ വിരുദ്ധ വികാരമുണ്ടാക്കുക അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നൊരു പാർട്ടിയെ ആക്രമിക്കുക എന്നുള്ളതൊരു മാധ്യമങ്ങളുടെ തന്ത്രം മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എല്ലാ കാലത്തും ഇല്ലാതാക്കുക എന്നുള്ളത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ധർമ്മം കൂടിയായതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അത്തരത്തിൽ ആ ഒരു ധർമ്മം കൂടി ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ വസ്തുതകൾക്കപ്പുറം വിലയിരുത്തലുകളിലേക്ക് വാർത്തകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിടത്താണ് വിലയിരുത്തലുകൾ അവിടെ നിൽക്കട്ടെ. ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും വിലയിരുത്തലുകൾ ഉണ്ടാകും എന്നത് അങ്ങേക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ മാധ്യമങ്ങളുടെ നൈതികത നമുക്കൊരു വിഷയമായി സെപ്പറേറ്റ് തന്നെ എടുക്കാം, ശ്രീ BN ഹസ്കർ. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിന്റെ തുടക്കത്തിൽ അക്കമിട്ട് പറയുന്ന 2 കാര്യങ്ങൾ, അക്കമിട്ടിട്ടില്ല ഞാൻ പറയുന്നത്, എണ്ണി പറയുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗമായ ഷാജറും കൊട്ടേഷൻകാരുടെ പാർട്ടിയാണ് CPM എന്നും അവരെ സഹായിക്കുന്നവരാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജനും ഷാജറും എന്നുള്ളത് മാധ്യമ വാർത്തയാണ് എന്നാണ്. മാധ്യമ വാർത്തയാണോ? ഇത്രയും പറഞ്ഞാൽ മതി. ഇത് മാധ്യമ വാർത്തയാണോ? നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ പറഞ്ഞ കാര്യം കാണേണ്ടത് അവിടെ നിൽക്കട്ടെ. ഇത് ഒരു വളരെ സ്ട്രെയിറ്റ് ആയ ചോദ്യമാണല്ലോ. ഇത് മാധ്യമ വാർത്തയാണോ? നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന, നിങ്ങൾ ഉത്തരവാദിത്തപൂർവ്വം വിശ്വാസപൂർവ്വം ഭാരവാഹിത്വത്തിലിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തലാണോ, അദ്ദേഹത്തിന്റെ ആരോപണമാണോ, മാധ്യമ വാർത്തയാണോ?
മാധു, നമ്മളൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഇച്ഛാഭംഗമുണ്ടായാൽ ആ പ്രസ്ഥാനം വിട്ട് പുറത്തു വരികയും ആ ഇച്ഛാഭംഗത്താൽ ചിലപ്പോൾ പലതും ആ പ്രസ്ഥാനത്തിനെതിരെ വിളിച്ചു പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു വികാരം. എന്നിരുന്നാലും അത് ഒരാളുടെ വേർഷനാണ് അല്ലെ, ഒരാളുടെ വാക്കുകളെ അടിസ്ഥാനമാക്കി കൊടുത്ത വാർത്തയാണ്. അല്ലാതെ എം ഷാജറും പി ജയരാജനും കൊട്ടേഷൻ സംഘങ്ങളെ സഹായിക്കുന്നവരാണ് എന്ന പ്രസ്താവന മാധ്യമങ്ങൾ പുറപ്പെടുവിക്കുകയല്ല ചെയ്തത് അല്ലെ. പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കാത്ത ഒരാൾ അല്ലെ, പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കാത്ത ഒരാളാണ്. വളരെ സ്വാഭാവികമായി എങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒച്ചയും ബഹളവും പുകയും തീയും ഇല്ലാതെ പുറത്തിറങ്ങി പോകാൻ കഴിയുന്നത്, എന്നിട്ട് നിശബ്ദനായിരിക്കാൻ കഴിയുന്നത്, അങ്ങനെ പുറത്തുപോയ ഒരാൾ പറഞ്ഞതാണ് അല്ലേ. നിശ്ചയമായും മനു തോമസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ചെറുകഥകൂടിയാണ് മനു തോമസ്. വളരെ വൈകാരികമായി കാര്യങ്ങളെ കാണുന്ന ഒരു മികച്ച സംഘടനാ പ്രവർത്തനമായിരുന്നു മനു തോമസ്. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വരികയും ജയിൽവാസവും അടക്കം മർദ്ദനവും അടക്കം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി. സ്വാഭാവികമായി മനു തോമസിന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ചില സാഹചര്യങ്ങളുടെ കൂടി സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനു തോമസ് പാർട്ടി വിട്ടു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് മറ്റതിഥികളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാക്കുകളിൽ ഊന്നി ചോദിച്ചതിന് അങ്ങ് മറുപടി പറഞ്ഞ സ്ഥിതിക്ക് ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇന്ന് എരമത്ത് സജേഷ് എന്ന് പറയുന്ന ഒരാൾക്കെതിരെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടൊരു വീടിന് ചുറ്റും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയ സംഘാംഗമാണ്. എങ്ങനെയാണ് പാർട്ടി ശരീരത്തിൽ കൊട്ടേഷൻ ക്രിമിനലുകളും സ്വർണം പൊട്ടിക്കൽ അംഗങ്ങളും ഇല്ല എന്ന് പറയാൻ കഴിയുന്നത്? കടുത്ത ശുചീകരണ പ്രവർത്തനം, ശുദ്ധീകരണം ആവശ്യമായി വരും പാർട്ടിക്ക്. അല്ല, പാർട്ടി ഒരു വലിയൊരു ശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെയാണ് മാധു. സ്വാഭാവികമായും ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും പല വേദികളിലുമായി ഈ സമൂഹത്തിൻ്റെ ചില പുഴുക്കുത്തുകൾ പാർട്ടിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ പുഴുക്കുത്തുകളെ കണ്ടെത്തി അവരെ തിരിച്ചറിഞ്ഞ് പാർട്ടിക്ക് പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പരിശ്രമം കൂടി ഈ ഘട്ടത്തിൽ പാർട്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇത്തരത്തിൽ ആളുകളെ പുറത്താക്കുക എന്ന് പറയുന്നത്. നമ്മളേറെ നേരമായി സംസാരിക്കുകയാണ്. മറ്റതികളിലേക്ക് പോയതിനു ശേഷം തിരികെ വരാം. ശ്രീ രാജു പി നായർ അങ്ങനെ പാർട്ടി ഒരു ശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. അതുകൊണ്ടാണ് സ്വർണം പൊട്ടിക്കൽ സംഘാംഗമായ സജേഷിനെ അടക്കം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് പാർട്ടി സ്വയമേവ പുറത്താക്കുന്നത് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ? മാധു, അതിനു മുമ്പായിട്ട് ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഒന്ന്, ഈ CPM-ന്റെ പുതിയൊരു ശൈലി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPM പ്രതിരോധത്തിലാവുന്ന പല വിഷയങ്ങളിലും ഈ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് പ്രോക്സികളെ അയക്കുക എന്നുള്ളൊരു സമീപനമാണ്. സത്യത്തിൽ ഒരു ജനാധിപത്യത്തിൽ അത്ര നല്ലൊരു സമീപനമാണതെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിനെതിരെ പലപ്പോഴും വാർത്തകളുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും അത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് തോന്നാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ വലിയ പ്രതിരോധത്തിലാവാറുണ്ട്. അവിടെയെല്ലാം പരമാവധി ഞങ്ങളുടെ ആൾക്കാരെ വിട്ട് പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കാനും ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ CPM ജനങ്ങളോട് ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നയത്തിലേക്ക് എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനോട് ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ശ്രീ ഹസ്കർ വലിയൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇടതുപക്ഷത്താണ് എന്നുള്ള ബോധ്യത്തിൻ്റെ പേരിലാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നത്. ശ്രീ ഹസ്കർ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഈ CPM പിണറായി വിജയൻ ഇടതുപക്ഷമാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങ് ഇടതുപക്ഷ നിരീക്ഷകനാണല്ലോ. ഒരു ഇടതുപക്ഷമാണ് പിണറായി വിജയനും ഇന്നത്തെ CPM എന്ന് അങ്ങക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതല്ല, തീവ്ര വലതുപക്ഷമായിട്ട് പിണറായി വിജയൻ മാറി എന്ന് അങ്ങേക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ വലതുപക്ഷ നിരീക്ഷണം എന്നുള്ളത് ആ പ്രശ്നം അങ്ങേക്ക് അങ്ങ് മാറിക്കിട്ടും. CPM-നെ കുറിച്ച് ഞാൻ പറയുന്നത്, അങ്ങയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. അതങ്ങ് മാറിക്കിട്ടും, അതിൻ്റെ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ കുറേ കൂടി സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ വിശദീകരണം ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ ക്ഷമിക്കണം, നമ്മുടെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഈ വലതുപക്ഷ നിരീക്ഷണം, എൻ്റെ പ്രധാനപ്പെട്ട സംശയം ശ്രീ മനു തോമസ് മാതൃഭൂമിയുടെ ബീറ്റ് റിപ്പോർട്ടർ, CPM ബീറ്റ് റിപ്പോർട്ടറാണോ കേരളത്തിലെ? അതോ ബിനോയ് വിശ്വം ഡൽഹിയിലെ മാതൃഭൂമിയുടെ ബീറ്റ് റിപ്പോർട്ടറാണോ? നിങ്ങൾ ആരെയാണ് വലതുപക്ഷം എന്ന് വിളിക്കുന്നത്? ആരാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടത്? മനു തോമസ് അല്ലേ? മനു തോമസ് കൊണ്ടുവന്ന വിഷയം, ആ വിഷയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈകൊള്ളുന്ന വിഷയമാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അതിനകത്ത് CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പ്രസ്താവനയോട് ഒതുക്കി തീർക്കണം
എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. കാരണം മനു തോമസ് കൊടുത്തിരിക്കുന്ന കത്തിൻ്റെ ഉള്ളടക്കം പോലും അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. മനു തോമസ് ഏറ്റവും ഒരു പാർട്ടിയോട് എതിർത്ത് പോയിട്ട് എന്തെങ്കിലും പുലമ്പുന്ന ആളല്ല. മറിച്ച് ഈ പാർട്ടിക്കകത്തു നിന്ന് വലിയ രീതിയിൽ ഈ പാർട്ടിയുടെ ദുഷ്പ്രവണതകളെ സംബന്ധിച്ച് കണ്ണൂർ CPM-ന്റെ അധോലോക ബന്ധങ്ങളെക്കുറിച്ച് തുറന്ന് എതിർക്കുകയും അതൊരു ഘട്ടത്തിൽ പാർട്ടിക്ക് പോലും വലിയ ദോഷമാവെന്ന് പറയുമ്പോൾ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയ ആളും കൂടിയാണ്. അയാൾ നടത്തിയ പോരാട്ടം ഫലം കാണുന്നില്ല, ഈ പാർട്ടി നന്നാവുന്ന ലക്ഷണമില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കാതെ സ്വയം ഒതുങ്ങി മാറിയ ആളാണ്. അപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ പാർട്ടിക്കെതിരെ ഒരു ആരോപണം വ്യക്തമായിട്ട് ഉന്നയിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് പി ജയരാജൻ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു എന്നുള്ളതും ആ പി ജയരാജൻ പ്രകോപിച്ചത് കൊണ്ടാണ് മറ്റു വിഷയങ്ങളുണ്ടായതും കൂടിയാണല്ലോ CPM-ന്റെ വിലയിരുത്തൽ. അപ്പോൾ മനു തോമസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കയ്യിൽ ഈ പാർട്ടിയെ തകർക്കാൻ പോകുന്ന വലിയ ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം മനു തോമസിനെ പ്രകോപിതനാക്കിയാൽ കേരളത്തിലെ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യവും വിലയിരുത്തലുമാണ് ഈ ചർച്ചകളിൽ പോലും നിന്ന് CPM മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം മനു തോമസിനെ ഒരു കാരണവശാൽ പ്രകോപിപ്പിക്കരുത്, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കേരളത്തിലെ മുഴുവൻ അധോലോക ബന്ധങ്ങളുടെയും കൺട്രോള് ഇന്ന് CPM-ന്റെ കയ്യിലാണ്. ഈ CPM-ന്റെ കയ്യിലിരിക്കുന്നത് സ്വർണ്ണ കച്ചവടം മുതൽ കൊട്ടേഷൻ കൊലപാതക സംഘങ്ങൾ മുതൽ മുഴുവൻ അധോലോക ബന്ധങ്ങളും ഇന്ന് കേരളത്തിൽ നിയന്ത്രിക്കുന്നത് CPM-ആയിട്ട് മാറി. പിന്നെ ശ്രീ ഹസ്കർ പറയുന്നത് മാധു ചോദിച്ചതായിട്ട് കൂട്ടി പറയാം, പുഴുക്കുത്തുകളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ ഹസ്കർ, ഏറ്റവും വലിയ പുഴുക്കുത്തായിട്ട് ഇന്നത്തെ CPM-ൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ CPM-നെ ഇടതുപക്ഷമല്ലാതെ ഒരു തീവ്ര വലതുപക്ഷം നയപരമായും സംഘടനാപരമായും മാറ്റിയ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പുഴുക്കത്ത് നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്തു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്? മാധു ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ CPM നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള CPM-ന്റെ സംഘടനാ സംവിധാനത്തിലാണോ? അല്ലല്ലോ. പാർട്ടിക്ക് ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം CPM-ന്റെ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ നിൽക്കുമ്പോൾ ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ ഇരുന്ന സമയത്ത് എങ്ങനെയാണ് VS അച്യുതാനന്ദൻ കൈകാര്യം ചെയ്യുന്നത്? കാരണം പാർട്ടിക്ക് പൂർണ്ണമായിട്ട് വിധേയനായിട്ടുള്ള മുഖ്യമന്ത്രി ആയിരിക്കണം, അതാണ് CPM-ന്റെ രീതി. ഞങ്ങളൊക്കെ പറയുന്നത്, ഞാൻ ജനാധിപത്യത്തിൽ മറ്റ് കുറെ കൂടി ലിബറലായിട്ട് കാഴ്ചപ്പാടെടുക്കുന്ന ആളാണെങ്കിലും CPM-ന്റെ രീതി എന്താ? പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, ഭരണം പാർട്ടിയാണ് നടത്തുന്നത്, നിങ്ങൾ നിർവഹിക്കാനുള്ള ഉദ്യോഗസ്ഥർ മാത്രം എന്നുള്ളൊരു ശൈലിയിൽ നിന്ന് മാറി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ഈ പാർട്ടിയിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം പാർട്ടി സെക്രട്ടറി അല്ലാത്ത മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനാണെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് സംഘടനാ ബോധത്തെക്കുറിച്ചാണ് ശ്രീ ഹസ്കർ പറയുന്നത്? ഏത് പാർട്ടിയുടെ ചട്ടക്കൂടിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ AKG സെന്ററിന്റെ ഓഫീസിന്റെ അഡ്രസ്സ് വെച്ച് ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയിട്ട് അതുപോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പിണറായി വിജയന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ട ഒരു പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കാലത്ത് ഒരു മുഖ്യമന്ത്രി, CPM-ന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിദേശയാത്ര പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാതിരിക്കുമോ? നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്കതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? EP ജയരാജന്റെ BJP ബന്ധത്തെ സംബന്ധിച്ച് CPM സംസാരിച്ചാൽ പോലും EP ജയരാജനെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു പാർട്ടിയായിട്ട് മാറി. കാരണം എന്താ? പിണറായി വിജയനിലേക്കാണ് അത് മുഴുവൻ എത്തുന്നത്. അങ്ങനെ തിരുത്തുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന രാഷ്ട്രീയമായ വിമർശനം. ഞാനെങ്കിലേക്ക് വരാം. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, നിങ്ങൾ പാർട്ടി കോട്ടകളിൽ കടന്നു ചെന്ന് പ്രചാരണം നടത്തി അവിടെ വിജയക്കൊടി നാട്ടാനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി രൂപം കൊടുത്ത ദിവസങ്ങൾ കൂടിയാണ് ഇത്. CPM-നെതിരെ CPM-ന്റെ പാർട്ടി കോട്ടകളിൽ ഉയരുന്ന ഈ വിവാദങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം വളമാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? മാധു, ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെപ്പോലെ കേരളത്തിൽ സാമ്പത്തികമായും ക്രിമിനലുകളാൽ നിയന്ത്രിക്കപ്പെടുകയും നേതാക്കന്മാരാൽ സംരക്ഷിക്കപ്പെടുകയും എന്നൊരു പ്രസ്ഥാനത്തിൽ വർഷങ്ങളായി നടന്ന അപജയത്തിൻ്റെ കാലികമായ ഒരു ബഹിസ്ഫുരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിഷ്കളങ്കനായ അസ്കർ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കമായ ഒരവസ്ഥയിലേക്കല്ല ഇന്ന് പാർട്ടി എത്തിയിരിക്കുന്നത്. അപരിഹാര്യമായ കേടുകളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകന്മാരോ മാധ്യമങ്ങളോ അല്ല ഇന്ന് CPM-ന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുജന മധ്യത്തിൽ പാർട്ടി അപഹാസ്യരാക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങൾ അവർക്ക് കിട്ടിയ അവസരം ഇന്നലെ വരെ അവർക്ക് വാതുറക്കാനുള്ള സ്വാതന്ത്ര്യമോ ഭയപ്പാടോ ആയിരുന്നതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ
അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്ന സ്വാതന്ത്ര്യം അണപൊട്ടി ഒഴുകുകയാണ്. ഇന്ന് മാധു പറഞ്ഞ ഇപ്പോൾ ചോദിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രമാനുഗതമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർച്ചയുടെ ബഹിസ്ഫുരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്. നോക്കൂ, കേരളത്തിലെ 13 കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് 1-ാം സ്ഥാനത്താണ്. 2019 താരതമ്യം ചെയ്യുമ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രം മാർക്സിസ്റ്റ് പാർട്ടിക്ക് 60,000-ഓളം വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ, കോൺഗ്രസിന് 6,000-ഓളം വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 80,000 വോട്ടിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കല്യാശ്ശേരി, ഉത്തുമ, അവരുടെ പാർട്ടിയുടെ ശക്തി ദുർഗങ്ങളിൽ, തിരുവായ്ക്ക് എതിർവായില്ലാത്ത കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പം മാധു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, ഒരുപക്ഷെ മാധുവിന് കണ്ണൂരിലെ രാഷ്ട്രീയം എത്രമാത്രം, കണ്ണൂരിലെ ഗ്രാമങ്ങളിലെ കാലാവസ്ഥ എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും അത് ലഭിക്കാനുള്ള ചില വഴികൾ മാധുവിനുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ വളരെ കൃത്യമായി ചോദിക്കുന്നു എൻ്റെ അസ്കറിനോട്, അസ്കറെ, പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ കാങ്കോല്, പെരിങ്ങോത്ത്, ഇന്ന് പുറത്താക്കിയ എരുമംകുറ്റൂർ, ഈ പഞ്ചായത്തുകളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ, ഏരിയ, ലോക്കൽ ഘടകമറിയാതെ ഒരു ഈച്ചയ്ക്ക് അവിടെ പറക്കാൻ സാധിക്കുമോ? ഒരു പൊതുപ്രവർത്തകന് എതിരാളികൾ അവർക്കാർക്കെങ്കിലും ആ ഗ്രാമങ്ങളിൽ തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ അസ്കർ പറഞ്ഞ നിഷ്കളങ്കമായ കാര്യം എന്താണ്? പാർട്ടി പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് പുറത്താക്കാനെടുക്കുന്ന സമയമാണ്. ഞാൻ എൻ്റെ ബഹുമാന്യനായ അസ്കറിനോട് ചോദിക്കും, അസ്കർ, ഇന്ന് പുറത്താക്കപ്പെട്ട ഈ പാർട്ടിയുടെ നിഷ്കളങ്കൻ അല്ലെങ്കിൽ ഇപ്പോൾ പുഴുക്കുത്ത് ബാധിച്ചവൻ, അദ്ദേഹത്തിന് പരമ്പരാഗതമായി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്ന് ആ ഗ്രാമത്തിലെ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ച കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലല്ലേ? കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും ഈ ലോക്കൽ സെക്രട്ടറി, ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് കോടാനുകോടി രൂപയുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുവാൻ സാധിക്കുമോ? ഏത് തൊഴിലെടുത്തിട്ടാണ് ഈ പാർട്ടിയുടെ പ്രവർത്തകൻ ഇന്ന് ഈ വലിപ്പം എത്തിയത്? ഇനി എൻ്റെ ചോദ്യം, അങ്ങനെ ഒരു വ്യക്തിക്ക് കണ്ണൂരിലെ കാങ്കോലിലും ഈ എരമോത്തും ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? ഒരു ചോദ്യം ഞാൻ ചോദിക്കും, എത്ര ലോഡ് മണ്ണ് മാഫിയയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ആ മേഖലയിലെ ഈ പ്രവർത്തകന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചറിയാൻ ഇത്രയും കാലതാമസം എടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ മെയ് മാസം പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ വളരെ കൃത്യമായി ഞാൻ പറയും. മാധുവിനെ പോലെയുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഓടിച്ചിട്ട് പിടിച്ചതല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെയോ രാജു പി നായരുടെയോ പാർട്ടി നേതാക്കന്മാരല്ല ഓടിച്ചിട്ട് പിടിച്ചത്. മറിച്ച് എരുമംകുറ്റൂരിലെ പഞ്ചായത്തിലെ സാധാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ച് വന്ന 100 കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരാണ് ഈ സഖാവിനെ സ്വർണം പൊട്ടിക്കൽ കേസിൽ ഓടിച്ചിട്ട് പിടിച്ചത്. ഓടിച്ചിട്ട് പിടിച്ച അദ്ദേഹത്തെ പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ കൃത്യമായിട്ട് അസ്കറിനോട് ചോദിക്കും, കഴിഞ്ഞ മെയ് മാസം പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ ഈ സ്വർണം പൊട്ടിക്കൽ, കള്ളക്കടത്ത് മാഫിയ, അധോലോകത്തെ നിയന്ത്രിക്കുന്ന മണ്ണ് മാഫിയ, ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യം കണ്ണു ചിമ്മി തുറക്കുമ്പോഴത്തേക്കും സമ്പാദിച്ച ഈ നേതാവിനെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സത്യപാലന്റെ ഡ്രൈവറാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പിടിക്കാമെന്ന പോലീസ് ഭയപ്പെട്ട് പിന്മാറുകയല്ലേ അസ്കറെ ഉണ്ടായത്? ഉന്നയിക്കുന്നത് അങ്ങനെ സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കളുടെ ആശീർവാദത്തോടു കൂടിയാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസും BJPയും ഒക്കെ ആരോപിക്കുന്നത്. ഒരൊറ്റ മിനിറ്റ് ജയന്ദ്രമാസ്, നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട് ടെലിഫോണിൽ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. നമ്മളോടൊപ്പം റാഷിദ് ഇബ്രാഹിം എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയായ, ഇപ്പോൾ കുവൈത്തിൽ പാർട്ടി പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് ജീവിക്കുന്ന SFIയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ റാഷിദ് ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റാഷിദിന് സജേഷിന് പരിചയമുണ്ടോ? റാഷിദ് അല്ല, റഷീദ് എന്നാണ് എൻ്റെ പേര്. ശരി, ഓക്കെ. സജേഷൻ അറിയാം. ഞാൻ പെരിങ്ങോം ഏരിയയിലെ പെരിങ്ങോം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള കാഞ്ഞിരപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. ഈ സജേഷുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയുടെ സമയത്താണ് ഞാൻ ഏകദേശം കുവൈത്തിൽ ഇപ്പോൾ വന്നിട്ട് 2 വർഷത്തോളായി.
അതായത് സജേഷിന്റെ കാരണത്തിലാണ് ഞാൻ ഈ കുവൈത്തിൽ എത്തിയിട്ടുള്ളത്. അത് കാരണം എന്ന് വെച്ചാൽ സജേഷ് അടക്കമുള്ള ഒരു കുറച്ച് സഖാക്കളെ പൊതുവെ ഈ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ ഒരുപാട് കോംറേഡ്ഷിപ്പ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് സജേഷ് ചെറുപ്പം മുതലേ എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അറിയുന്ന ഒരാളാണ്. ആ സമയത്ത് സജേഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു മോശമായ മണ്ണ് മാഫിയയും അതുപോലെ തന്നെ ഇത്തരം മോശം കൂട്ടുകെട്ടിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായപ്പോൾ നമ്മളടക്കമുള്ള ആളുകൾ സജേഷിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ കൂടെ ഉണ്ടാകുന്ന സമയത്ത് പോലും അവർക്ക് വരുന്ന കോളുകളും എല്ലാം തന്നെ വളരെ മോശമായ രീതിയിലാണ് വരുന്നത്. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സജേഷിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിയുമായി നല്ല ബന്ധമുള്ള ആളാണ് സജേഷ്. എല്ലാ നേതാക്കളുമായി നല്ല ബന്ധമുള്ളതും എല്ലാ ഓഫീസുകളിലും ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റിയ ഒരാളാണ് സജേഷ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അതായത് നമ്മൾ 6 പേര് മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്, സജേഷ് ഉള്ള ഗ്രൂപ്പിനകത്ത് ഒരു ബാങ്കിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ട് എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാലോ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെ സജേഷിന് ഇത്തരം ഞാനും സജേഷും തമ്മിലുള്ള വിഷയം പാർട്ടി നേതാക്കൾക്കടക്കം ഈ സജേഷിന്റെ വിഷയങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സജേഷ് ഈ രീതിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ പേര് പറഞ്ഞിട്ടുള്ള പല ആളുകളെടുത്തും ഞാൻ പോയിട്ട് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റെന്താണ്. 10-25 വർഷമായി എൻ്റെ ഉമ്മ പാർട്ടി മെമ്പറാണ്. ഈ കഴിഞ്ഞ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിൽ എൻ്റെ ഉമ്മ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന ആളുകളെ ഏത് രീതിയിലും വകവരുത്താനുള്ള ഒരു നിലപാടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അന്ന് റഷീദിനെതിരെ സാമ്പത്തിക ആരോപണമാണോ ഉന്നയിക്കപ്പെട്ടത് ഈ ബാങ്കിൽ നിന്ന് പുറത്താക്കിയ സമയത്ത്? ബാങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പൊ ജീവനോടെ ഉണ്ടല്ലോ, തളിപ്പറമ്പ് ബാങ്കിന്റെ സെക്രട്ടറി ഉണ്ട്, പയ്യന്നൂർ ബാങ്കിന്റെ സെക്രട്ടറി ഉണ്ട്. അവരോട് ചോദിക്കും ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന്. 1 രൂപ പോലും ഞാൻ പാർട്ടി സ്ഥാപനത്തിൽ നിന്ന് തിരിമറിയാക്കിയിട്ടില്ല. ഇപ്പൊ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ പോലും ഇടാൻ വേണ്ടി പറ്റുന്നില്ല. അതിനെതിരെ മോശമായ കമന്റാണ് വരുന്നത്. ഞാൻ പൈസ തിരിമറിയാക്കി, ഞാൻ കള്ളുകുടിയനാണ്, പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറഞ്ഞ് മോശം രീതിയിലുള്ള ചർച്ചയാണ് വരുന്നത്. അതിനെല്ലാം രൂപം നൽകിയിട്ടുള്ളത് ഈ സജേഷിനെയും സജേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന പെരിങ്ങോം പ്രദേശത്തെ ചില നേതാക്കളുണ്ട്. അവരെ അടിക്കം ചുരുളഴിഞ്ഞാൽ മാത്രമേ സജേഷുമായിട്ടുള്ള ഇത്തരം സ്വർണ്ണക്കടത്തുകളായിട്ടുള്ള ബന്ധങ്ങൾ അറിയാൻ വേണ്ടി പറ്റൂ. ഈ മണ്ണുകടത്തൽ, കൊട്ടേഷൻ സംഘബന്ധം ഇതൊക്കെ മുൻപ് തന്നെ അപ്പോൾ പാർട്ടിയുടെ ഉള്ളിൽ ആഭ്യന്തര രാജ്യത്തിൽ ചർച്ചയായിട്ടുള്ളതാണ്. പെട്ടെന്ന് ഈ 1.5 മാസം മുമ്പുള്ള സംഭവം കൊണ്ട് മാത്രമല്ല. ഈ സജേഷ് ഒരു കാലത്തും ഒരു ജോലിക്കും പോവാത്ത ഒരുത്തനാണ്. അതായത് മുണ്ടുമുടുത്ത് വണ്ടിയും എടുത്ത് എല്ലാ നേതാക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരാളാണ് സജേഷ്. എല്ലാ രീതിയിലുള്ള പണിയും അവനുണ്ട്. പക്ഷെ അവൻ ഏറ്റവും വിശ്വസ്തനും ചില ആളുകളുടെ സഹചാരി കൂടിയാണ് സജേഷ്. അപ്പൊ അവനെതിരെ നടപടി എടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ചിലരുടെ അനുഗ്രഹാശിസുകളോടാണ് പോലീസിന് പോലും പേടിക്കുന്ന തരത്തിൽ ഇദ്ദേഹം വളർന്നത് എന്ന് പറയുന്നുണ്ട് BJPയുടെ പ്രതിനിധി. സ്വാഭാവികമായിട്ടും പെരിങ്ങോം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സ്വാധീനം ഉണ്ടാവില്ലേ? അത് വെച്ച് ചില സ്വാഭാവികമായ ഇടപെടൽ പല ആളുകളും നടത്തും. ശ്രീ റഷീദ് പറഞ്ഞു പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ സമരങ്ങൾ. റഷീദ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് പോലും അഭിമന്യുവിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് റഷീദ് ഫേസ്ബുക്കിലിട്ടൊരു ഫോട്ടോയാണ്. അപ്പോൾ ഇങ്ങനെ ജയിലിൽ കിടന്നിട്ടുണ്ട്, ഇങ്ങനെ സമരങ്ങളിലൂടെ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വരുന്ന ആളുകൾ അവരുടെ സംഭാവനകൾക്ക് മുകളിൽ ഇത്തരത്തിൽ നേതാക്കളുടെ അനുഗ്രഹാശിസുകളോടെ നിൽക്കുന്ന പാർട്ടിയുടെ നയവുമായോ പാർട്ടി എങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ സഖാവ് ജീവിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളുമായോ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ആധികാരികമായി അതിനൊക്കെ അതിജീവിക്കാൻ കഴിയുന്നത്? അതാണ് മാഡം ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഏകദേശം 7 തവണയായി 278 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഒഴികെയുള്ള എല്ലാ ജയിലുകളിലും ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ കിടന്ന ഒരാളാണ്. എൻ്റെ വീടിനകത്ത് പോലീസ് കയറിയിട്ട് നിങ്ങൾ ഒരു 2012 P. ജയരാജേട്ടനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ മുഴുവൻ നടന്ന അക്രമങ്ങളെ പറ്റിയെല്ലാം നിങ്ങൾക്കറിയാം. ആ സമയത്തെല്ലാം തന്നെ എന്നെ വീട് കയറി എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു കൊണ്ടുപോയി ഇപ്പോഴും അതിൻ്റെ ശാരീരികാവസ്ഥ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും അനുഭവിച്ച ഒരാളാണ് ഞാൻ ഇപ്പോഴും എൻ്റെ പാർട്ടിയെ തള്ളി പറയുന്നില്ല. പക്ഷേ പാർട്ടിയിലെ ചില നേതാക്കളുണ്ട് പഴയ കാലത്തെ സഹനങ്ങളെയോ പ്രയാസങ്ങളെയോ ഒന്നും മനസ്സിലാക്കാതെ പുതിയ കാലത്ത് വരുന്ന ചില
എന്താ പറയാ കൊട്ടേഷൻ സംഘങ്ങൾക്കെല്ലാം കൂടെ നിന്നുകൊണ്ട് അവരുടെ കീശ വീർപ്പിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. പഴയ ആശയങ്ങളെയോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടോ പ്രവർത്തിക്കാത്ത രീതിയിൽ പോകുന്ന ചില നേതാക്കൾ, ചിലയല്ല ഒരുപാട് നേതാക്കളുണ്ട്. അങ്ങനെ നാട്ടിൽ നിൽക്കാൻ കഴിയാതെയാണ് കുവൈത്തിലേക്ക് പോയത്. ഞാൻ എൻ്റെ കേസുകൾ പോലും, ഞാനൊരു കാര്യം പറയാം, എനിക്ക് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ആളുകളെല്ലാം ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് 3 കേസ് ഉണ്ടായിരുന്നു. ആ കേസ് തീർത്താൽ മാത്രമേ കുവൈത്തിലേക്ക് വരാൻ വേണ്ടി പറ്റൂ. അങ്ങനെ തീർക്കാൻ വേണ്ടി പോയി യാതൊരു പകയും പകപോക്കലും ഇല്ലാതെയാണ് കോൺഗ്രസിന്റെ അനുഭാവികളും ലീഗ് അനുഭാവികളും BJPയുടെ അടക്കം കേസ് എൻ്റെ നാട്ടിലുണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതെല്ലാം തീർത്തു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നാട്ടിലെല്ലാവർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ CPMന്റെ ആളുകൾ എന്താ പറയുന്നത്, ഞാൻ പെണ്ണുകുടിയനാണ്, ഞാൻ അഴിമതിക്കാരനാണ്, ഞാൻ കള്ളുകുടിയനാണ്. അതിവരെ സ്ഥിരം ശൈലിയാണ്. ഇപ്പൊ മനു തോമസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നില്ലേ? മനു തോമസ് ജില്ലാ പ്രസിഡന്റ് ആവുമ്പോ ആ കമ്മിറ്റിയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ. ഇത് സ്ഥിരം ശൈലിയാണ്. പുതിയ കാലത്ത് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ നുഴഞ്ഞു കയറിയിട്ടുള്ള ചില ആളുകളാണ് അവരെ. അതുകൊണ്ടാണ് ഇപ്പൊ ചിലത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ശരി, വളരെയധികം നന്ദി ശ്രീ റഷീദ് സംസാരിച്ചതിന്. മനു തോമസും പുറത്തു വന്ന സമയത്ത്, മനു തോമസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഞാൻ എന്നാണ് റഷീദ് ഇപ്പോൾ കുവൈത്തിൽ നിന്ന് വിളിച്ച് നമ്മളോട് പറയുന്ന കാര്യം. അപ്പോൾ മനു തോമസ് പുറത്തു വന്നപ്പോഴും ആദ്യഘട്ടത്തിൽ മനു തോമസിനെതിരെ വരുന്ന ആരോപണങ്ങൾ സാമ്പത്തികമാണ്. അപ്പോൾ ആ സാമ്പത്തിക ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹം പ്രതികരിക്കാൻ തീരുമാനിക്കുന്നതും ഇദ്ദേഹം പോസ്റ്റ് ഇടുന്നതും ഒക്കെ. ഇങ്ങനെ പുറത്തു പോകുന്ന ആളുകളെ വ്യക്തിഹത്യ നടത്തുക എന്ന് പറയുന്നതാണ് നിലവിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇവരൊക്കെ വളരെ കോമണായി ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകരുത് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ശ്രീ BN ഹസ്കർ, ഈ നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന സജേഷുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതനുസരിച്ച് സജേഷ് ഈ 1.5 മാസം മുമ്പുള്ള സ്വർണ്ണപ്പൊട്ടികൾ പ്രശ്നത്തിൽ മാത്രം പെടുന്ന ഒരാളല്ല, അതുവരെയും പാർട്ടിക്ക് ഉത്തമ വിശ്വാസമുണ്ടായിരുന്ന ഒരാളല്ല. മണ്ണ് മാഫിയയുമായി ബന്ധമുള്ള, കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി നിരന്തരം ബന്ധമുള്ള, ഒരു പണിയും എടുക്കാതെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളോട് വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പാർട്ടിക്കുണ്ടാകുന്ന ബോധോദയമല്ല. നാട്ടുകാരറിഞ്ഞു, പാർട്ടിക്കാരറിഞ്ഞു, പോലീസിന് പിടിച്ചു കൊടുത്തപ്പോൾ ഗത്യന്തരമില്ലാതെ, നിർവാഹമില്ലാതെ അങ്ങനെ ഈ പുഴുക്കുത്ത് നുള്ളിക്കളയുകയായിരുന്നോ? മധു, ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ തുടർച്ച മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി കാണാൻ കഴിയുക മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് അവരെ ചുമലിലേറ്റി അവർ പറയുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതോ വലിയ കാടത്തം നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയാണ് റഷീദ് പറഞ്ഞു വെച്ചെടുത്ത്. റഷീദ് മനു തോമസിനൊപ്പം ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. റഷീദിന് അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു. സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് വിട്ട്, പാർട്ടി ഇപ്പോഴും തള്ളി പറയുന്നില്ല, പക്ഷേ പാർട്ടിയിലെ ചില ആളുകളെ തള്ളി പറയുന്നു. ചില ആളുകൾ, ഞാനും തുറന്ന് സമ്മതിക്കാം, പാർട്ടിക്കുള്ളിൽ ചില ആളുകൾക്ക് റിവിഷനിസ്റ്റ് സ്വഭാവമുള്ളതും വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതകളെ തിരുത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നടപടി. അത് തിരുത്തും. പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി PB അംഗങ്ങൾ വരെ തിരുത്തിയേ മതിയാകൂ. ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മുഴുവൻ ആളുകളും തിരുത്തിയേ മതിയാകൂ. സ്വാഭാവികമായും അവരുടെ ജീവിതശൈലി, അവർ ഇന്നലെ വരെ കരുതി വെച്ചിരുന്നതോ ഇരുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഒക്കെ തന്നെ പോയി എന്നുള്ളത് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നലുകളെ മാറ്റുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ പാർട്ടിക്കാരും ഒക്കെ പറയുന്നത് കേട്ടാൽ തോന്നും പാർട്ടിയിൽ നിന്ന് പുറത്തു വരാതെ പാർട്ടിയുടെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇപ്പോഴും പാർട്ടിയെ കുറിച്ച് വരുന്ന വിമർശനങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്നു എന്ന്. ഇന്ന് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ജില്ലാ കമ്മിറ്റികളൊക്കെ വലിയ വിമർശനമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ നിങ്ങളുണ്ടോ? അടച്ചിട്ട മുറികളിൽ നിന്ന് വരുന്ന നടക്കുന്ന സംഭവങ്ങളെ പറ്റി നിങ്ങൾ വേറൊരു മുറിയിൽ നിന്ന് കഥ ചമയ്ക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു വിമർശനവും ഒരു കമ്മിറ്റിയിലും ഉണ്ടായിട്ടില്ല. തോൽവി എന്തോ മറ്റെന്തോ തരംഗം കൊണ്ടുണ്ടായതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടിയും ഇപ്പോൾ നടക്കുന്നതെങ്കിൽ സംസ്ഥാന സെക്രട്ടറി തിരുത്തും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി പോകട്ടെ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞല്ലോ ഇത് ചെങ്കൊടിക്ക് അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന്. അതും മാധ്യമപ്രവർത്തകർ ഗണ്ണിച്ചെടുത്ത് പറഞ്ഞതായിരിക്കും അല്ലെ? അതിനോടൊരു പ്രതികരണം ഉണ്ടാകാതെ പോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പുറത്തു വന്നവർ പറയുന്നതിനെ ഞങ്ങളങ്ങ് കണ്ണടച്ച് അവിശ്വസിക്കേണ്ടത്. നല്ലതാണ്. ഇടവേള. ശ്രീ രാജു പി നായർ, CPIക്ക് പറയാൻ കഴിയുന്നതിന്റെ ഏറ്റവും കഠിനമായ വാക്കുകളാണ് ഇന്ന് അതിന്റെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ
ചെങ്കൊടിക്ക് അപമാനമാണ്. അധോലോക ബന്ധമടക്കമുള്ള കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായി പാർട്ടിക്കുണ്ടെന്നാണ് കേരളം മുഴുവനും ചിന്തിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ മൗനം? CPIയുടെ വിമർശനത്തെ CPM കണക്കിലെടുക്കുമോ? ഇല്ല, CPIയുടെ വിമർശനത്തൊന്നും കണക്കിലെടുക്കാൻ കഴിയുന്ന രീതിയിൽ അവസ്ഥയിലല്ല മാധു പാർട്ടി. കാരണം പാർട്ടിക്കകത്ത് ഒരു കറക്ഷന് പഴിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഈ പാർട്ടിക്കകത്ത് ഇന്ന് അധോലോക ബന്ധം വന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ 2024 നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ചല്ല, ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? സ്വർണ്ണ പൊട്ടിക്കൽ, അധോലോകം, കള്ളക്കടത്ത്, ഈ സംഭവങ്ങളെക്കുറിച്ച് നേതാക്കന്മാർക്കുള്ള പങ്കിനെ സംബന്ധിച്ച് നമ്മൾ ജനാധിപത്യ രാജ്യത്തിരുന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നടത്തുന്ന ചർച്ചയാണ്. ശ്രീ BN അസ്കറൊക്കെ ഇടത് നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ അങ്ങേക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഞാൻ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ പറഞ്ഞു, അങ്ങേക്ക് എന്നേക്കാൾ കൂടുതൽ പ്രായവും പരിചയമൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഈ ഇടത് നിരീക്ഷകർ എന്ന് പറയുന്ന ഒരു വർഗമാണ് CPMനെ പലപ്പോഴും വിമർശിച്ച് നേരെ ആക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് അവർക്ക് പോലും മിണ്ടാൻ കഴിയാത്ത രീതിയിൽ CPMന്റെ സ്വാധീനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇന്ന് തിരുവല്ലയിൽ ഒരു സ്ത്രീയെ ആയിട്ടുള്ള അവിഹിത ബന്ധത്തിൽ ഗർഭിണിയാക്കി അതിനുശേഷം അവരുടെ DNA പരിശോധനയിൽ ആൾമാറാട്ടം വരെ നടത്തിയ ഒരു പ്രതിയെ, സജിമോൻ, അദ്ദേഹത്തെ പാർട്ടി തിരിച്ചെടുത്തിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യാൻ ചെയ്തെടുത്ത പ്രശ്നവും ഇപ്പോൾ പോസ്റ്ററുകൾ. നിങ്ങൾ ഏത് തിരുത്തലിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ ഈ രാജ്യത്ത് ഇന്ന് ഈ നാട്ടിൽ മനുഷ്യത്വത്തിനെതിരെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിതൊന്നും ലജ്ജയല്ല. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഹസ്കർ പറയേണ്ടത് എങ്ങനെയാണ് ഇന്ന് പിണറായി വിജയനും CPMും ഇടതുപക്ഷമായിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം. ആ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഇന്ന് ഈ രാജ്യത്ത് ഇടതുപക്ഷം നിൽക്കേണ്ട അല്ലെങ്കിൽ CPMും CPIയും നിലനിൽക്കേണ്ടതിൻ്റെ പ്രസക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം എന്ന് ആരോപണം ഉന്നയിക്കുന്നത്. എത്ര കൃത്യമായിട്ട് ബിനോയ് വിശ്വം പറയുന്നു. വളരെ ഐഡിയോളജിക്കലായിട്ട് ആ പാർട്ടിയുടെ ഏറ്റവും അടിത്തറയ്ക്ക് വെട്ടുകൊടുത്തുകൊണ്ട് പറയാണ്, ചെങ്കടിയുടെ കഥ ഇതല്ല, ഇങ്ങനെയല്ല ചെങ്കടി ചെയ്യേണ്ടത്. ഇന്ന് പാർട്ടിയുടെ മുഴുവൻ നേതൃത്വവും ഈ പറയുന്ന അധോലോക നായകന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു റഷീദ് പറഞ്ഞ അനുഭവം പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹത്തെ വലതുപക്ഷത്തിൻ്റെ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. നിങ്ങൾ എന്ന് തിരിഞ്ഞു നോക്കും? നിങ്ങൾ എന്നുള്ളിലേക്ക് നോക്കും? ഇതെവിടെ വരെ നിങ്ങൾക്ക് പോകാൻ കഴിയും? നിങ്ങൾ ബംഗാളിനേക്കാൾ വേഗതയിൽ കേരളത്തിൽ നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. CPM ഒരിക്കലും കേരളത്തിൽ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. CPI ഒരിക്കലും നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ CPM എന്ന് പറയുന്ന ഒരു സംഘടനയെ മാത്രമല്ല, മറിച്ച് ഇടത് ചേരിയിൽ നിൽക്കുന്ന മുഴുവൻ ആ ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളെ കൂടി നിങ്ങൾ വലിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന് പ്രതികരിക്കേണ്ടി വരുന്നത്. കാരണം CPMന്റെ ഒരു പതനം ഇമ്മിനൻ്റായി എന്നുള്ളത് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇനിയെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ CPI എന്ന് പറയുന്ന കുറെ കൂടി നന്മയുള്ള, ഞങ്ങൾക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കുറെ കൂടി നന്മയുള്ള CPI എന്ന് പറയുന്ന ജനാധിപത്യബോധ്യത്തിൽ നിൽക്കുന്ന ആ പാർട്ടി കൂടി നശിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. അത് ഈ ഇടത് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയുടെ മുഴുവൻ തകർച്ചയായിട്ട് കേരളത്തിൽ മാറും. അവിടെ ആ ഇമ്മിനന്റ് എവിൾ നശിഞ്ഞു പോയാൽ അതുണ്ടാകാൻ പോകുന്നത് ഈ സംസ്ഥാനത്ത് വർഗീയ ശക്തികൾ പിടിമുറുക്കുമെന്നുള്ളതാണ്. അവിടെ ഒരു ദ്വന്ദ്ം, ഒരു ബൈനറി ഇന്ന് നിൽക്കുന്ന UDF LDF ബൈനറിയിലാണ് BJPക്ക് ഇടം കിട്ടാതെയായി പോയിരിക്കുന്നത്. ആ സ്പേസ് BJPക്ക് കൊടുക്കുക എന്ന് പറയുന്ന മതേതര കേരളത്തിൻ്റെ പിന്നിൽ നിന്ന് കുത്തുന്ന കങ്കാണിപ്പണി കൂടി നിങ്ങൾ ചെയ്യുന്നതിലുണ്ട്. അതിനെ തുറന്നു കാണിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് ശ്രീ ഹസ്കർ. നിങ്ങളുടെ നിങ്ങളുടെ ഐഡന്റിറ്റി വെച്ച് ഇടത് നിരീക്ഷൻ. പക്ഷെ നിങ്ങൾ പോലും സ്തുതി പാടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയെ ഇനി ഒരു ശക്തിക്കും തിരുത്താൻ കഴിയില്ല. മറിച്ച് ഏറ്റവും അനിവാര്യമായ പതനത്തിലേക്ക് അത് പോകുന്നു. ബംഗാളിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ ആ പതനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ശരി, ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, അതായത് സ്വർണ്ണക്കടത്തു കേസ് കേന്ദ്ര ഏജൻസികൾ എത്ര വന്ന് ഇവിടെ അന്വേഷിച്ചു? CPMനെതിരെ ഇങ്ങനെ പലതരം വ്യാജങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരുവന്നൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ളതാണ് CPM പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ CPMനെതിരെ ഉയരുന്ന എല്ലാ വിവാദങ്ങളും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. CPMൽ നിന്ന് പുറത്തു വരുന്നവർ വലതുപക്ഷ മാധ്യമങ്ങളുടെ ചട്ടുകമായി മാറി കണ്ടതൊക്കെ വിളിച്ചു പറയുകയാണ് എന്നുള്ളതാണ്. BJPക്ക് കേന്ദ്ര ഏജൻസികൾക്ക് അതിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും സർവ്വവിധ ആയുധങ്ങളും എടുത്തു പയറ്റിയിട്ടും
അഗ്നിശുദ്ധി വരുത്തി ജനങ്ങളെ ബോധിപ്പിച്ച് തുടർ ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരു സർക്കാരിനെതിരെ വരുന്ന കൂടുതൽ ആരോപണങ്ങൾ എന്നുള്ളത് മാത്രമാണോ? ഇതൊന്നും മാധുവിൻ്റെ അഭിപ്രായമല്ല എന്ന് എനിക്കറിയാം. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധു പറയുന്ന അഭിപ്രായങ്ങളല്ല ഇതെല്ലാം. അല്ല, ഞാനിതെല്ലാം അങ്ങനെയാണ്. ഞാൻ പല ചർച്ചകളിൽ പലതായി പറയാറുണ്ട്. അതായത് ഒരു ഭാഗത്തു നിന്ന് ഉയർന്ന വിമർശനങ്ങളെയാണ് ഞാൻ ചോദ്യരൂപേണ വെക്കുന്നത്. അത് മനസ്സിലാക്കിയാണ് മാധു ഞാൻ പറഞ്ഞത്. നോക്കൂ, കരുവണ്ണൂരിൽ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളുടെ 29 കോടി രൂപയുടെ സ്വത്ത് ED ഇന്ന് കൈക്കലാക്കിയിരിക്കുന്നു. അത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന വിശ്വാസം അവർക്കുണ്ട്. അവർക്കാകെ വിശ്വാസം ഇന്ന് BJPയിൽ മാത്രമാണ്. നോക്കൂ, രാജു പി നായർ പറയുന്ന വാക്കുകളെടുത്താൽ ഒരു ദ്വന്ദ്വമുണ്ട് കേരളത്തിൽ. ആ ദ്വന്ദ്വം എന്താണ്? പെരിയയിലെ പാർട്ടി സഹോദരന്മാരെ വെട്ടിക്കൊന്നവനും അങ്ങനെ വെട്ടിക്കൊല്ലാൻ ആളുകളെ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദ്വന്ദ്വമുണ്ട് കേരളത്തിൽ. ആ ദ്വന്ദ്വത്തിൻ്റെ ഈക്വിലിബ്രിയമാണ് ഇവിടെ തകരുന്നത്. മാത്രമല്ല, അസ്കറും പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ. ആഗോള തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഭാഗമാണ്. ഞാൻ ബഹുമാനപ്പെട്ട അസ്കറോട് ചോദിക്കട്ടെ, ആഗോളതലത്തിൽ എവിടെയാണ് അസ്കറെ കമ്മ്യൂണിസം ഉള്ളത്? ആഗോളതലത്തിലുള്ള ഏത് കമ്മ്യൂണിസത്തെയാണ് ഇന്ന് ലോകത്തിന് ഭീഷണിയായിട്ടുള്ളത്? കേരളത്തിലെ കമ്മ്യൂണിസം. ഇനി താങ്കൾ പറയുന്നു ഇതിനെ തിരുത്താൻ PB കേന്ദ്ര കമ്മിറ്റി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിലെ പിണറായി വിജയൻ എന്ന ഏക അധികാര കേന്ദ്രമല്ലാതെ എവിടെയാണ് അസ്കറെ PB ഉള്ളത്? എവിടെയാണ് അസ്കറെ കേന്ദ്ര കമ്മിറ്റി ഉള്ളത്? CPI ഞാണൂരെടുത്ത് ഇന്നിപ്പോൾ കളിക്കുന്ന കളി മാധു, ഞാൻ അതിനെ വളരെ നിഷ്കളങ്കതയോടെയാണ് കാണുന്നത്. ഇത് ബിനോയ് വിശ്വം പറയുന്നത് പോലെ നിഷ്കളങ്കമാണോ? ഞാൻ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധു പറയും. ഇത് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ഘടകമല്ലേ? അടിസ്ഥാന സ്വഭാവമല്ലേ? എന്താണ്? നിരായുധരായ നിഷ്കളങ്കരായ പാവപ്പെട്ട രാഷ്ട്രീയ എതിരാളികളുടെ മുകളിൽ എല്ലാ അർത്ഥത്തിലും ഇവർ ചാടി വീഴും. അത് അർജുന ആയങ്കിയുടെ രൂപത്തിലാവാം, ആകാശ് തില്ലങ്കയുടെ രൂപത്തിലാവാം, അതല്ലെങ്കിൽ സൈബർ പോരാളികളാവാം. മാനഭംഗം, അപഖ്യാതി, കുറ്റം, തെറ്റ്, വീടാക്രമണം എല്ലാം ഏത് അതിർത്തി വരെ പോകും. ഇപ്പം നോക്കൂ, റാഷിദ് തന്നെ പറയുന്നത് എൻ്റെ പാർട്ടിയെ തള്ളിപ്പറയാൻ ഞാൻ സാധിക്കില്ല. കാരണം സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഈ പാർട്ടിയുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഓടുമ്പോഴും റഷീദിനെ പോലുള്ള ആളുകൾ പറയേണ്ടി വരുന്നത് എന്താ? കാരണം ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് പെരിങ്ങോത്തേക്ക് കാങ്കോലിലേക്ക് ഈ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. തിരിച്ചുപോയി അവിടുത്തെ തിട്ടൂരം നടപ്പിലാക്കുന്നത് മാധു കേരളത്തിലെ പോലീസ് നിയമമല്ല, കേരളത്തിലെ പീനൽ കോഡുകളല്ല, കേരളത്തിലെ രാഷ്ട്രീയ മര്യാദകളോ ജനാധിപത്യമോ അല്ല. ഞാൻ ഒന്നുകൂടി പറയും, CPIയുടെ നേതാവിനോട് 1980കളിൽ തൊഴിലാവശ്യാർത്ഥം ഞാൻ ബീഹാറിലായിരുന്നു. ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ CPI സഹോദരന്മാരോട്, അന്ന് ബീഹാർ സംസ്ഥാനത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, അത് CPI ആയിരുന്നു. ആ CPIക്ക് ഞാൻ അനുഭവത്തിലൂടെ പറയും, വൈശാലി ഗംഗയുടെ അപ്പുറത്തുള്ള കേന്ദ്രങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു CPIയുടെ പിടിമുറുക്കിയത്. ഞാൻ മാധു കൃത്യമായിട്ട് പറയും, ആ സംസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് മൃഗാധിപത്യത്തിന് നേതൃത്വം കൊടുത്തത് CPI എന്ന് പറയുന്ന കേരളത്തിലെ ഈ ബിനോയ് വിശ്വത്തിൻ്റെ നേതാവാണ്. ഇന്ന് കേരളത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടി മിതത്വം പാലിക്കുന്നത് അവർക്കതിന് കെൽപ്പില്ലാത്തത് കൊണ്ടാണ്, അവർക്കത് എരിടാൻ കഴിയാത്തത് കൊണ്ടാണ്. മാത്രമല്ല, ഒറ്റ കാര്യം ഞാൻ അസ്കറിനോട് ചോദിക്കും, ഞങ്ങൾ വിശ്വസിക്കാം അസ്കറെ നിങ്ങൾ പറയുന്നത് മാതിരിയിൽ മാധു ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകന്മാർ, ജയചന്ദ്രനും നായരും പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്, അവരാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത്. എൻ്റെ അസ്കറോടുള്ള ചോദ്യം, ഇതെന്താണ് G സുധാകരന് മനസ്സിലാവാത്തത്? ഇതെന്താണ് തോമസ് ഐസക്കിന് മനസ്സിലാവാത്തത്? ഇതെന്താണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശങ്ങൾക്ക് ജനാധിപത്യപരമായി അല്പം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്നലെ വരെ വരുന്നത് കേന്ദ്രത്തിൻ്റെ, മാധു പറയുന്ന മാതിരി കേന്ദ്രത്തിൻ്റെ പീഡനം, അന്വേഷണ ഏജൻസികൾ. പക്ഷേ ഇന്ന് പറയുന്നത് എന്താണ്? ശൈലി മാറ്റണം, അധികാര പ്രമത്തതയോടുള്ള അധികാരം മാറ്റണം, അഴിമതി കുറയ്ക്കണം, കൊള്ള അവസാനിപ്പിക്കണം, സ്വജനപക്ഷപാതം നിർത്തണം, പ്രീണ രാഷ്ട്രീയവും അഹങ്കാരവും മൈക്കിനോടുൾപ്പെടെയുള്ള ആക്രമവും അവസാനിപ്പിക്കണം, പാവപ്പെട്ടുള്ള ക്ഷേമ പെൻഷൻ നൽകണം, മാവേലി സ്റ്റോറുകൾ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യണം. ഇന്നലെ വരെ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ശിവശങ്കരനെ പോലുള്ള ഒരാളുകൾ ഇന്നും പുറത്തു വരാതെ അകത്ത് കിടക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ വിളിക്കുമ്പോൾ കൈകൾ ശുദ്ധമാണെങ്കിൽ അവിടുത്തെ അന്വേഷണം നേരിടാത്തത്? ഇത് കേസുകൾ ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് ഇതുവരെ കേന്ദ്ര ഏജൻസികളോട് സഹകരിക്കാതിരിക്കുക, അതിന് കോടതിയിൽ പോയി തടസ്സപ്പെടുത്തുക, എന്നിട്ട് മാധ്യമത്തിൽ വന്നിട്ട് ഇത്രയും കാലമായിട്ടില്ലേ കേസ് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. ഏതായാലും ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയും, മാധു നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, എന്തുകൊണ്ട് BJP ഇന്ന് പ്രവർത്തന രംഗത്തേക്ക് ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്നു? ഇവിടെ നായർ പറഞ്ഞ മാതിരി കേരളത്തിലൊരു ദ്വന്ദ്വമുണ്ട്. ആ ദ്വന്ദ്വത്തെ
മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിമകളായി ഗ്രാമങ്ങളിൽ കഴിയുന്ന ഭയന്ന് കഴിയുന്ന റഷീദിനെപ്പോൾ ആളുകൾക്ക് വിശ്വാസമില്ല. പകരം അതിനെ ചെറുക്കാൻ നിങ്ങൾക്കറിയാമല്ലോ, നിരായുധരും നിഷ്കളങ്കരുമായ ആളുകളുടെ മുമ്പിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ടും സൈബർ പോരാളികളായും മാനഭംഗപ്പെടുത്തിയും ആക്രമിച്ച് കീഴടക്കുന്നവർക്കെതിരായി ഒരു ചെറുത്തുനിൽപ്പിനി കേരളത്തിൽ BJP മാത്രമേ ഉള്ളൂ എന്ന പ്രതീക്ഷയാണ് ഈ വളർച്ചയ്ക്കും ഈ വികാസത്തിനും കാരണം. ശരി, അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് BJP പാർട്ടി കോട്ടകളിലേക്ക് കൂടുതൽ പ്രചാരണത്തോടെ ഇറങ്ങിച്ചെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമെന്ന രാഷ്ട്രീയ തീരുമാനം കൂടി എടുത്ത മണിക്കൂറുകളാണ് ഇത്. അവിടെ ഈ പറയുന്ന CPM-നെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവർക്ക് ഇന്ധനമാകുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതാണ് പാർട്ടി. ശ്രീ BN ഹസ്കർ, ഇതാ ഇപ്പോ മനു തോമസിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഒഴിവായ രീതിയെക്കുറിച്ച് പറഞ്ഞു. DC-യിൽ പങ്കെടുക്കാതെ സ്വാഭാവികമായി ഒഴിവായ ഒരു രീതി. നേരത്തെ റഷീദ് തന്റെ ഉമ്മയെ പറ്റി പറയാണ്, 25 വർഷക്കാലം പാർട്ടി അംഗമായിരുന്ന ഒരു മുതിർന്ന സ്ത്രീ പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല. അങ്ങനെ പലയിടങ്ങളിൽ അടിസ്ഥാനപരമായ പാർട്ടി ജീവികളായ സാധാരണ മനുഷ്യർ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് പാർട്ടി ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് പാറപ്പുറത്ത് BJPക്ക് സ്വന്തം അക്കൗണ്ടിൽ വീണ വോട്ടുകൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ തിരുത്തും എന്ന് പറയുമ്പോൾ തിരുത്തിന്റെ ഉപാധികൾ ഇതൊക്കെയാണോ എന്ന് ജനം തിരിച്ചു ചോദിക്കില്ലേ? മാധു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് നേരെ ഒരു വിരൽ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് നേരെ 3 വിരലുകൾ തിരിഞ്ഞു വരുന്നു എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്, ആ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് ഞങ്ങളിതിനെ സമീപിക്കുക. അപ്പോൾ സ്വാഭാവികമായ അതൊരു മാർക്സിയൻ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തുറന്ന് സമ്മതിക്കാതെ നിർവാഹമല്ല. ഞങ്ങൾ വിമർശനം മാത്രമല്ല കേൾക്കാറുള്ളത്, സ്വയം വിമർശനത്തിൽ കൂടി വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ ഞങ്ങൾ സ്വയം വിമർശനപരമായി കാണുന്നു. ഇതിൽ റഷീദിനെ പോലെ മനു തോമസിനെ പോലെ പാർട്ടി വിട്ടുപോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുയർത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ വളരെ ഗൗരവമേറിയതും വളരെ കാതലുള്ളതുമായിട്ടുള്ള വിഷയങ്ങളാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുന്നു. ആ ബോധ്യപ്പെടലിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള മാർഗരേഖയാണ് പാർട്ടി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങളുടെ ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളും സമഗ്രമായി കൂടിയിട്ട് ഓരോ പ്രദേശത്തും എന്തു സംഭവിച്ചു, ആ സംഭവിച്ചതിനെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ തിരുത്തണമെന്ന് തുടങ്ങി പാർട്ടിയുടെ PB അംഗങ്ങൾ വരെ എങ്ങനെ തിരുത്തണം, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി എങ്ങനെ തിരുത്തപ്പെടണം, അതടക്കം ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഞങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ജനങ്ങളുമായി സംവദിക്കും. ഞങ്ങൾക്കും ഇതുപോലെ 2019 വലിയ പക്ഷേ ശ്രീ ഹസ്കർ, നിങ്ങൾക്ക് എന്താണ് തിരുത്താനുള്ളത്? കാരണം നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റിയിലും ഒരു വിമർശനവും ഇല്ലല്ലോ. നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റിയിലും ഒരു വിമർശനവുമില്ല, സത്യമായും ഇല്ല. അങ്ങനെയാണ് നിങ്ങളുടെ നേതാക്കൾ പറയുന്നത്. വിമർശനമില്ലാതെ, സ്വയം വിമർശനമില്ലാതെ നിങ്ങൾ എങ്ങനെ തിരുത്തും? വലതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ടോ, വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങൾ തിരുത്താൻ പോകുന്നത്? മുഹമ്മദ് റിയാസിനോട് ചോദിക്കുമ്പോൾ പറയാണ് നിങ്ങളുണ്ടോ ജില്ലാ കമ്മിറ്റിയിൽ എന്ന്. അപ്പൊ ഈ കണ്ട ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന വിമർശനം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ശൈലി കൊണ്ടല്ലേ ഞങ്ങൾ തുടർ ഭരണം നേടിയത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? മാധു, അടച്ചിട്ട മുറികളുടെ വാതിലുകൾക്കും അതുപോലെ മതിലുകൾക്കും കാതുകളും കണ്ണുകളുമുള്ള കാലമാണിത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയാൽ പോലും നിങ്ങൾ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊണ്ട് നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കും. സ്വാഭാവികമായി വന്നിട്ടുള്ള വിമർശനങ്ങൾ അത് വിമർശനങ്ങളാണ് എന്ന് ഉൾക്കൊള്ളുന്നതിനുള്ള കരുത്ത് പാർട്ടിക്കുണ്ട്. ആ വിമർശനങ്ങൾ, നിങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ നിരന്തരം ഉയർത്തുന്ന വിമർശനങ്ങളെയും ഞങ്ങൾ അങ്ങനെ കണ്ണടച്ച് അല്ലെങ്കിൽ ഒരു കൈപ്പാടകലെ നിർത്തിയല്ല കാണുന്നത്. അതുകൂടി പരിശോധിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഈ പാർട്ടിയെ നവീകരിക്കുക, എങ്ങനെയാണ് ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്ത് വീണ്ടും ഉറച്ചു നിൽക്കാനാവുക എന്ന ചിന്ത ഞങ്ങൾക്കുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് പാർട്ടിയുടെ നേതാക്കന്മാർ നിങ്ങൾ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ വിമർശനങ്ങളെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ടിട്ടില്ല എങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റായ സമീപനമാണ്. പക്ഷെ മറിച്ച് അപ്പോൾ പോലും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ പോലും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, ഞങ്ങളത് പരിശോധിക്കാറുണ്ട്. ആ പരിശോധനയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് നവീകരിക്കാനാവുക. എന്നാൽ മാത്രമേ ഇനി കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കൃത്യമായ ഇടം കണ്ടെത്തും. ശ്രീ രാജു പി നായർ ഒക്കെ പറയുന്ന ആഗ്രഹിക്കുന്നതുപോലെ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി എന്ന നിലയ്ക്കാണ് അദ്ദേഹം. CPM-ന്റെ സഹയാത്രികനാണ്. അദ്ദേഹത്തിന് പാർട്ടിയെ പറ്റിയുള്ള പ്രതീക്ഷകൾ കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് എന്ന്
എനിക്കൊരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നിസ്സഹായതയോടെ തിരിച്ചറിയേണ്ടി വരുന്നുണ്ട്. കാരണം ഈ ഭാഷ ഈ പാർട്ടിയുടെ ഒരു നേതാവിൽ നിന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇത് സംഭവിക്കുന്ന സമയത്ത് ഈ ശൈലി കൊണ്ടല്ലേ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ ശൈലി കൊണ്ടല്ലേ ഞങ്ങൾ തുടർഭരണം നേടിയത് എന്നുള്ളതായിരുന്നു പാർട്ടി സെക്രട്ടറി അടക്കം ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇക്കണ്ട ജില്ലാ കമ്മിറ്റികളിൽ നേരത്തെ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ കമ്മിറ്റികളിലെല്ലാം ഡിവൈഎഫ്ഐയിൽ നിന്ന്, CPIയിൽ നിന്ന്, AIFൽ നിന്നൊക്കെ ഉയർന്ന വിമർശനങ്ങൾ പലകുറി ഇതാ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കാടടച്ച് പറയുന്നതിനപ്പുറത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന എന്തു നടപടി നിങ്ങൾ കാണുന്നുണ്ട്? മാധു, ഒന്നുമില്ല, ഒരു നടപടിയില്ല. കാരണം അതുമാത്രമല്ല, തെറ്റിൽ നിന്ന് തെറ്റിലേക്കല്ലേ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ശ്രീ ഹസ്കർ പറയുകയാണിപ്പോൾ മനു തോമസ് മുന്നോട്ട് വെച്ച വിഷയം, ഈ ചർച്ചയിൽ റാഷിദ് മുന്നോട്ട് വെച്ച വിഷയം ഒക്കെ ഗൗരവമുള്ള വിഷയമാണ്. 2 ദിവസം മുമ്പ് കണ്ണൂരിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയ പത്രസമ്മേളനത്തിൽ എന്താ പറയുന്നത്? മനു തോമസ് ഉന്നയിച്ച വിഷയം ഗൗരവമായിരുന്നാണോ പറയുന്നത്? അല്ലല്ലോ. മനു തോമസ് പറയുന്നതൊന്നും അവഗണിക്കണം എന്നാണ് വലതുപക്ഷത്തിൻ്റെ ഇതിലേക്ക് പോയിരുന്നല്ലേ പറയുന്നത്. ശ്രീ ഹസ്കർ പോലും ആദ്യം ഉപയോഗിച്ച വാക്കുകൾ അതല്ലേ. ഇന്ന് ഹസ്കറിന് ഈ ചർച്ചയിൽ വരുന്ന കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചട്ടക്കൂടിന് പുറത്തുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അവസാനത്തെ കൺക്ലൂഷനിൽ പറയാം. പക്ഷേ നോക്കും, അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പോൾ ഇവിടെ നേരത്തെ മന്ത്രി റിയാസിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞു. ഇതാണ് പ്രശ്നം. മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും മാത്രം, ദയവ് ചെയ്ത് ഞാൻ മരുമകൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഇതിലെടുക്കരുത്, പക്ഷേ ആ ബന്ധുത്വം പറയാതെ ഇത് പറഞ്ഞു പോകാൻ രക്ഷയില്ല. ഈ 2 അധികാര കേന്ദ്രത്തിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുന്നു. ഇന്ന് പാർട്ടിയുടെ അകത്തും പുറത്തും ഉണ്ടാകുന്ന വിമർശനം മുഴുവൻ എതിർക്കേണ്ടി വരുന്നത് പിണറായിയുടെയും റിയാസിൻ്റെയും സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ആവശ്യമാണ്, പാർട്ടിയുടെ താല്പര്യമല്ല. പാർട്ടിയുടെ താല്പര്യമാണെങ്കിൽ തോമസ് ഐസക്കിൻ്റെ വിമർശനങ്ങളെ ചർച്ച ചെയ്യേണ്ടി വരും, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. സുധാകരൻ ഉന്നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. മനു തോമസ് ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. പക്ഷെ പാർട്ടിക്കകത്ത് മറ്റൊരു നേതാവിനും ഇവരെ ന്യായീകരിക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുമ്പോൾ പിണറായി വിജയനെ ന്യായീകരിക്കാൻ റിയാസിന് മുന്നോട്ട് വരികയും ഈ പറയുന്ന രീതിയിൽ മാസപ്പടി വിവാദം ഉണ്ടായ സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോ മുഹമ്മദ് റിയാസോ എക്സാലോജിക്കോ പോലുമല്ല. അപ്പൊ പാർട്ടി ഒരൊറ്റ ശരീരമായി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നുണ്ട്. അത് എന്നേക്കാൾ വലിയ, ഞാൻ പാർട്ടി സെക്രട്ടറി എന്ന എന്നേക്കാൾ വലിയ അധികാര കേന്ദ്രം പിണറായി വിജയനാണെന്ന് അംഗീകരിക്കുന്ന MP ഗോവിന്ദന് അതിനപ്പുറം എന്തു സംഭവിക്കും, എന്തു പറ്റും? ഞാനതാണല്ലോ ആദ്യം പറഞ്ഞത്. പിണറായി വിജയൻ എന്ന് പറയുന്ന അധോലോകത്തിന്റെ നേതാവ് ഈ പാർട്ടിയെ മുഴുവൻ കൈയടക്കി കഴിഞ്ഞു. ഈ പാർട്ടി അങ്ങനെ ഒരു പരാമർശം ഉന്നയിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ മാധ്യമങ്ങളുടെ പക്കലില്ല. അങ്ങേക്ക് രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ആരോപണം എന്ന രീതിക്ക് അങ്ങനെ പറഞ്ഞു പോകാം. അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് സമയം കൊടുക്കുകയും വേണം. അത് കേൾക്കുന്ന കഥകളിൽ മുഴുവനുള്ള അധോലോക കഥകളുണ്ടെങ്കിൽ ആ അധോലോകത്തിന്റെ മുഴുവൻ, അല്ലെങ്കിൽ കണ്ണൂരിലെ രാഷ്ട്രീയത്തിലെ ഈ അധോലോകത്തെ മുഴുവൻ ഇന്നും വളരാൻ അവധിച്ചു വെച്ചിട്ടുള്ള ഒരു നേതാവുണ്ടെങ്കിൽ അത് പിണറായി വിജയനല്ലേ. ആ പിണറായി വിജയനാണല്ലോ. ഇനി BJP പറഞ്ഞൊരു കാര്യത്തോട് പറഞ്ഞു പോകാം. BJP വലിയ കാര്യത്തെ ഇവിടുത്തെ അന്വേഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെയാണ് പിണറായി വിജയൻ? നിങ്ങൾ ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ജയിലിൽ കിടന്നതിനെ സംബന്ധിച്ച്. എന്തേ ആ ശിവശങ്കറിൻ്റെ ലൈഫ് മിഷന്റെ ചെയർമാനായിട്ടിരിക്കുന്ന പിണറായി വിജയനോട് ഒരു ഇമെയിൽ അയച്ച് നിങ്ങൾക്ക് വിശദീകരണം ചോദിക്കാൻ കഴിയാത്തത്? നിങ്ങൾ ഇത് മുഴുവൻ BJPയും പിണറായിയുമായിട്ടുള്ള സെറ്റിൽമെന്റ് ആണ്. ശരി, ക്ഷമിക്കണം, എനിക്ക് ഈ ഘട്ടത്തിൽ അങ്ങിലേക്ക് വരാൻ കഴിയില്ല. എന്റെ കയ്യിൽ ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ. ശ്രീ ബി എൻ ഹസ്കർ, മുഖ്യമന്ത്രി അടക്കം ഏറ്റവും തലമുതിർന്ന നേതാക്കൾക്കെതിരെയാണ് പാർട്ടിയുടെ ഏത് ഘടകങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെയും പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത്. അതിന് വളം വെച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ ഇനി എത്രയുണ്ടാകും ഈ പാർട്ടിയിൽ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക ചരിത്രത്തിലാകമാനം കേരളത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ EMSന്റെ കാലം മുതൽ സഖാവ് VSന്റെ കാലം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിമാരെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയാണ് ഈ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചെയ്തിട്ടുള്ളത്. ആ മാധ്യമധർമ്മം തുടരുന്നു എന്നുള്ളതിനപ്പുറം സഖാവ് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഈ പാർട്ടി ഇല്ലാതാക്കാമെന്നുള്ള ആഗ്രഹത്തിൻ്റെ തുടർച്ചയായിട്ട് മാത്രമാണ് ഇത്തരം വിമർശനങ്ങളെ കാണുക. അധോലോക നായകൻ ഇതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. വളരെ രാഷ്ട്രീയമായി ശ്രീ രാജു പിന്നാർ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് അങ്ങേക്ക് രാഷ്ട്രീയമായി ഉന്നയിക്കാൻ കഴിയുന്നതാണ്. അതിന് മറുപടി പറയാൻ അങ്ങേക്ക് ഒരാളുടെ അവസരം കവർന്നെടുത്ത് ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് കണ്ടെത്തിയതാണ് കേരളത്തിലെ
മാധ്യമങ്ങളുടെ ഈ പറയുന്ന ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം എന്നങ്ങ് മനസ്സിലാക്കൂ. അങ്ങനെ മനസ്സിലാക്കുന്നതായിരിക്കും അങ്ങേക്കും ഏറ്റവും ഉചിതം എന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നത് എന്നാണ് എനിക്ക് നിസ്സഹായതയോടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയനാണ്. ശരി, അതായത് ഇനി തർക്കിക്കല്ലേ. അതായത് സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം CPM പലവിധങ്ങളിൽ വിമർശനം കേൾക്കുന്നതിനിടെയാണ് പല ഘടകങ്ങളിൽ നിന്ന്, ബ്രാഞ്ചിൽ നിന്ന് ഒക്കെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അതിനെയൊക്കെ തീർച്ചയായും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വലിയ വിമർശന ബുദ്ധിയോടെ ചേർത്ത് വെക്കും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ. അത് സ്വാഭാവികമാണ് രാഷ്ട്രീയ ചർച്ചകളിൽ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.